friends, welcome to Linu's Kitchen. Appa innathe recipe oru adipoli apple crumble cake aanu. Appa idile apple undu adondana apple cake. Pinne crumble nu parayumbo nuts inde oru mixture aanu. Adana apple crumble. Appa apple crumble cake engane undakkane namukku nokkam. Appa perokke kekkumbo ningal vicharikku idu bayangara paniyanu. Athra paniyonnum illa, valare simple aanu, eluppathil undakki edukam. Appa adinu vendi ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ക്രംബിൾ മിക്സ്ചർ ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ ക്രംബിൾ ഞാൻ പറഞ്ഞ പോലെ നട്ട്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ 1.5 കപ്പ് വാൾനട്ട്സും ആൽമണ്ടും, അതായത് വാൾനട്ട്സും ബദാമും കൂടെ എടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാൾനട്ട്സ് മാത്രം ആക്കാം, അല്ലെങ്കിൽ ബദാം മാത്രം ആക്കാം. ഇഷ്ടമുള്ള നട്ട് എടുക്കാം. അപ്പൊ ഞാനിവിടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തത്. 1.5 കപ്പ്. ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തു. ഫ്രൈങ് പാനിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. അപ്പൊ ഞാനിത് ചോപ്പറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തതാണ്. നിങ്ങൾക്ക് അല്ലാതെ ചോപ്പ് ചെയ്ത് എടുക്കാം. അപ്പൊ ഇത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1/3 കപ്പ് ബ്രൗൺ ഷുഗർ, അതുപോലെ തന്നെ 1/3 കപ്പ് വൈറ്റ് ഷുഗർ, നമ്മുടെ സാധാരണ പഞ്ചസാര, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചത്. അപ്പോൾ ഈ ആപ്പിളൊക്കെ ചേർക്കുമ്പോൾ സാധാരണ നമ്മൾ പട്ട ചേർക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. പക്ഷേ എനിക്ക് ഈ പട്ടയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനിവിടെ 1/4 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പം ഇത് ഇവിടെ ഇട്ട് കൊടുക്കാം, പട്ട പൊടിച്ചത്. പിന്നെ ഇത് 3 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടറാണ്. ഇപ്പം നിങ്ങൾ സോൾട്ടഡ് ബട്ടർ എടുക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം ചേർത്ത ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് മെൽറ്റ് ചെയ്തെടുത്തതാണ്. ഞാൻ മൈക്രോവേവിൽ വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ആ ബട്ടറും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതായത് ആ ബട്ടറെല്ലാം ആ പഞ്ചസാരയിലൊക്കെ നന്നായിട്ട് പിടിക്കണം, കോട്ടാവണം. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം അടുത്ത സ്റ്റെപ്പ് എന്തുവാണ്. അപ്പം അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇനി കേക്ക് ബാറ്ററിന് നമുക്ക് വേറൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. എന്നിട്ട് ഇത് മാറ്റി വെക്കാം. ഓക്കെ, അപ്പം ഇനി വേറൊരു ബൗൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇത് റൂം ടെമ്പറേച്ചറിലായിരിക്കണം, അതായത് നല്ല സോഫ്റ്റ് ആയിരിക്കണം ബട്ടർ. അൺസോൾട്ടഡ് ബട്ടറാണ്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത് നല്ല ക്രീമി ആവണോ ഇത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സർ വെച്ച് ചെയ്യാം, അതായത് ഹാൻഡ് മിക്സർ വെച്ചിട്ട് ചെയ്യാം. പക്ഷെ കൈകൊണ്ടും ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വരണമെങ്കിൽ ബട്ടർ റൂം ടെമ്പറേച്ചറിലായിരിക്കണം, അല്ലെങ്കിൽ മിക്സ് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ ബട്ടർ സോഫ്റ്റ് ആയാൽ ഇത് നമുക്ക് ഈസിലി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ഇത് നന്നായിട്ട് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഓരോന്നായിട്ട് വേണം ചേർക്കാൻ. അപ്പോൾ 1 മുട്ട ആദ്യം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത മുട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് തൈരും. ഇതും ഞാൻ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചാണ് റൂം ടെമ്പറേച്ചറിലോട്ടാവാൻ. എന്നിട്ട് ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ
ഈ സമയത്ത് ഇതെല്ലാം കൂടെ പിരിഞ്ഞു വന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഡ്രൈ മിക്സ്ചർ ചേർക്കുമ്പോൾ അത് ശരിയായിക്കോളും. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് പിരിഞ്ഞ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഡ്രൈ മിക്സ്, അതായത് മൈദയുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി സ്പാറ്റുല വെച്ചിട്ട് ഇത് ഫോൾഡ് ചെയ്തെടുക്കാം. ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് ഇങ്ങനെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക. ഈ വെളുത്ത മൈദയില്ലേ അതൊക്കെ പോണം, അതായത് നന്നായിട്ട് മിക്സ് ആവണം. അതുവരെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അത്രയും മിക്സ് ചെയ്താൽ മതി. കാരണം നമ്മൾ ഇനിയും ആപ്പിളും കൂടെ ഇട്ടിട്ട് ഇത് മിക്സ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത്രയും മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആപ്പിളിന് ഞാനിവിടെ ഗ്രീൻ ആപ്പിളാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ റെഡ് ആപ്പിൾ ആണെങ്കിൽ അതെടുത്താലും മതി. ഓക്കെ, ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത് ചെറുതായിട്ട് ചെറിയ പീസായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അത് ചോപ്പ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ആപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കണം. കാരണം എന്നാലേ ഇത് ബേക്ക് ചെയ്യുമ്പോൾ കുറച്ച് സോഫ്റ്റായി വരത്തുള്ളൂ. അല്ലെങ്കിൽ വലിയ പീസായിട്ട് ഇട്ടാൽ സോഫ്റ്റ് ആവില്ല ബേക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ 2 ആപ്പിൾ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ റെഡ് ആപ്പിളും എടുക്കാം അല്ലെങ്കിൽ ഗ്രീൻ ആപ്പിളും എടുക്കാം. ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് അത് നമുക്ക് ഈ കേക്ക് ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് ആപ്പിളൊക്കെ എല്ലായിടത്തും ആവുന്ന വരെ മിക്സ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ പോലെ ഓവർ മിക്സ് ചെയ്യാൻ പോവല്. അപ്പോൾ ഈ സമയം കൊണ്ട് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക. 180 ഡിഗ്രിയിൽ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഇതൊരു റെക്റ്റാങ്കിൾ ബേക്കിംഗ് ട്രേ ആണ്. നിങ്ങളുടെ കയ്യിൽ സ്ക്വയർ ഉണ്ടെങ്കിൽ അതും എടുക്കാം. അപ്പോൾ അതിൽ ബട്ടർ നന്നായിട്ട് തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് ബാറ്ററിൻ്റെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഒരു ഈവൻ ലെയർ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച നട്ട്സ് ഇല്ലേ അതിൻ്റെ മിക്സ്ചറും പകുതി ഇതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇച്ചിരി ഒന്ന് ഈ സ്പൂൺ വെച്ചിട്ട് ഒന്ന് അമക്കി കൊടുക്കാം. ഇനി വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ബാറ്ററും കൂടെ നമുക്കിങ്ങനെ ഓരോ സ്പൂണായിട്ട് ഇട്ട് കൊടുക്കാം. കാരണം അപ്പോൾ സ്പ്രെഡ് ചെയ്യാൻ ഈസി ആയിരിക്കും. നമ്മൾ ഈ കേക്ക് ബാറ്റർ അങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ സ്പ്രെഡ് ചെയ്യാൻ പാടായിരിക്കും. കാരണം അടിയിൽ ആ നട്ട്സിൻ്റെ മിക്സ്ചറില്ലേ, അപ്പോൾ ഇങ്ങനെ ഇട്ടാൽ സ്പ്രെഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഓരോ സ്പൂണായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഈവൻ ആക്കി കൊടുക്കുക. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത്
ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വരുന്ന ആ നട്ട്സ് മിക്സ്ചറും കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതും നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക എല്ലായിടത്തും. ഓക്കെ, സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് അമുക്കി കൊടുക്കുക. നമ്മൾ നടുക്കത്തെ ലെയറിൽ ഞാൻ കുറച്ച് കൂടുതലിട്ടു. അത് ആ മുകളിലത്തെ ലെയറിൽ അവിടെ ഇവിടെ ഗ്യാപ്പ് വന്നത്. ഇറ്റ്സ് ഓക്കെ. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ 180 ഡിഗ്രി ഓവനിൽ ഒരു 35-40 മിനിറ്റ് ആദ്യം ഒന്ന് വെച്ച് നോക്കാം. ഞാനപ്പോൾ ബേക്ക് ചെയ്തതിന് ശേഷം ഞാൻ പറയാം എനിക്ക് എത്ര നേരം എടുത്തു എന്ന്. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിത് വെച്ചത് ആദ്യം 35 മിനിറ്റ് വെച്ചു. അപ്പോൾ ആയില്ലായിരുന്നു. പിന്നെ ഒരു 45 മിനിറ്റ് വെച്ചു, അതായത് 10 മിനിറ്റ് കൂടുതൽ വെച്ചു. എന്നിട്ടും ആയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ടോട്ടലി 55 മിനിറ്റാണ് ഇത് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ 35 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുക, ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. അത് ക്ലീൻ ആയിട്ട് വരുവാണെങ്കിൽ ഓഫ് ചെയ്തിട്ട് പുറത്തെടുക്കുക. പക്ഷെ അതിൽ ബാറ്റർ ഇപ്പോഴും ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്നുകൂടെ വെച്ച് നോക്കുക, അല്ലെങ്കിൽ 5 മിനിറ്റ് വെച്ച് നോക്കുക. അങ്ങനെ വെച്ച് ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് ക്ലീൻ ആയിട്ട് വരുന്നവരെ ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. എൻ്റെ മുകൾ വശമൊക്കെ ആ നട്ട്സൊക്കെ നന്നായിട്ട് ടോസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്രൗൺ ഷുഗർ ഒക്കെ ഇട്ടതല്ല, അപ്പോൾ അതുകൊണ്ട് നല്ല കളറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ മുറിച്ച് കാണിക്കാം കേട്ടോ. അപ്പോൾ അതാ നിങ്ങൾക്ക് കാണാം, ഈ ലെയേഴ്സ് കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഇതിൻ്റെ അകത്തും നല്ല സോഫ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. പിന്നെ അടിപൊളി ടേസ്റ്റാണ്. കേക്കും അതിൻ്റെ കൂടെ തന്നെ നട്ട്സും ഒക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ല്. പിന്നെ ഇത് ഒരു ചായയോ കാപ്പിയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീണ്ടും വേറൊരു സിമ്പിൾ റെസിപ്പിയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ലീനൂസ് കിച്ചൻ.